CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളിയുടെ പക്കൽ നിന്ന് CPIക്കാർ ഫണ്ട് പിരിച്ച് കാണും. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് CPIക്കില്ല. അതുകൊണ്ട് അതൊരു വെറും വർത്തമാനം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു മതനേതാവ് നിരന്തരം ആക്രമണം നടത്തുന്നത്? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. അത് അദ്ദേഹത്തിന് വിടുന്നു, നിങ്ങൾക്കും വിടുന്നു. നോ മോർ ഡിബേറ്റ്സ്. അത് ശരിയാണ് താൻ ചെയ്തതെന്നാണ് താൻ ഇപ്പോഴും കരുതുന്നത്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാണ്. അതിനെന്തെങ്കിലും വളരെ ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. എന്താക്ഷേപം? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം, അവർക്കെല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. പലപ്പോഴും മുന്നണി മര്യാദ ഇല്ലാതെയാണ് CPI കോടതിക്കുന്നത്. മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയാതെ പുറത്ത് പറയുന്നത്. ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത്തരത്തിൽ LDF ഒരു പ്രതിസന്ധി CPI ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFനോ അത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല. ഈ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഈരാറ്റുപെട്ടിനാണ് വരുന്നത്, തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സമുദായ നേതാവ്, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ്? അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, CPIക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികം അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവിടെ പറഞ്ഞല്ലോ, ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം, SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആരിരുന്നാലും ഓർമ്മ വേണം. ആ കസേര ഒരുപാട് വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണ്, കുമാരനാശാൻ മുതൽ. ആദ്യം ഒരു കാര്യം പറഞ്ഞു, തെറ്റായ മാർഗത്തിൽ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് CPI പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ച് കാണും. തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ച് കാണും. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും, പണം പിരിച്ച് കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ലിക്കാശ് പോലും CPI പിരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അത് കൂടി പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ പറയാം. പക്ഷേ ഇന്നലെ CM പറഞ്ഞ വാക്കുകൾ അങ്ങനെ കേട്ടിരുന്നു. അങ്ങയുടെ പരാമർശങ്ങളിൽ വലിയ അതിർത്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എൻ്റെ കാർ കയറ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തീർച്ചയായിട്ടും വളരെ ശരിയാണത്. ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം. രണ്ട് പേരാണ്, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് നിലപാടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഞാൻ നിരാകരിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നോ മോർ കമൻസ്.